ജമ്മുവിലെ ഗുജു നഗറിൽ പഴക്കച്ചവടം നടത്തുന്ന ഒരാളുണ്ട്, അബ്ദുൾ റാഷിദ്. വർഷങ്ങളായി റാഷിദിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന പഴക്കട കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റൊരു മേൽവിലാസത്തിലാണ് അറിയപ്പെടുന്നത്. IPL-ലും ഇന്ത്യൻ ടീമിലും ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗമേറിയ പന്തിൻ്റെ റെക്കോർഡുമായി ലോകോത്തര താരങ്ങളെ വിറപ്പിച്ച ഉമ്രാൻ മാലിക്കിൻ്റെ അച്ഛൻ്റെ കട എന്നാണ് ആ കടയുടെ നിലവിലത്തെ മേൽവിലാസം. മകൻ സൂപ്പർ സ്റ്റാറായെങ്കിലും പണ്ടുമുതൽ കുടുംബത്തിനുള്ള വരുമാനം നൽകിയിരുന്ന പഴക്കച്ചവടം നിർത്താൻ അച്ഛൻ അബ്ദുൾ റാഷിദിന് ഉദ്ദേശമില്ലായിരുന്നു. സംഭവബഹുലമായ 5 വർഷങ്ങൾക്കിടെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ത്യയുടെ അതിവേഗക്കാരൻ പേസ് ബൗളറുടെ പട്ടികയിലേക്ക് ഉമ്രാൻ വളർന്നത്. പേസ് സെൻസേഷനായി ലോക ക്രിക്കറ്റ് സർക്യൂട്ടിലേക്ക് വന്ന ഉമ്രാൻ പക്ഷേ ഇപ്പോൾ എവിടെയാണ്? കടം വാങ്ങിയ ഷൂസുമായി ജമ്മു അണ്ടർ-19 ടീം സെലക്ഷൻ ട്രയൽസിന് പോയ താരമായിരുന്നു ഉമ്രാൻ. പിന്നാലെ സംസ്ഥാന ടീമിൽ ഇടം നേടിയെങ്കിലും വിനു മങ്കത് ട്രോഫിയിൽ ഒരു കളിക്കുള്ള അവസരമേ ലഭിച്ചുള്ളൂ. തൊട്ടടുത്ത വർഷം അണ്ടർ-23 ടീം സെലക്ഷൻ ട്രയൽസിന് പോയെങ്കിലും ടീമിൽ അവസരം ലഭിച്ചില്ല. 2019-2020 രഞ്ജി സീസണിൽ ജമ്മു കാശ്മീർ അസം മത്സരത്തിന് മുന്നോടിയായി അസം പരിശീലകൻ അജയ് രാത്ര നെറ്റ് ബൗളർമാരെ തിരഞ്ഞപ്പോഴാണ് ഉമ്രാൻ ആദ്യമായി അവതരിക്കുന്നത്. തുടർന്ന് 2021 ഏപ്രിലിൽ മാലിക് സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നെറ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ഒക്ടോബർ 3 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം IPL-ൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ നിന്ന് IPL കളിക്കുന്ന 4ാമത്തെ താരമാണ് ഉമ്രാൻ മാലിക്. സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ മാലിക് 150 കിലോമീറ്റർ വേഗതയിൽ തുടർച്ചയായി 5 ബോൾ എറിഞ്ഞതോടെ ശ്രദ്ധ നേടി. ഈ പ്രകടനത്തിന് ശേഷം 2021 ICC പുരുഷന്മാരുടെ T20 ലോകകപ്പിനായി ഇന്ത്യയുടെ ടീമിനായി നെറ്റ് ബൗളറായി ഉമ്രാൻ മാലിക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നാലെ 2022 IPL ലേലത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മാലിക്കിനെ തിരികെ റിട്ടേൺ ചെയ്തു. ഏപ്രിൽ 27 ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ T20 ക്രിക്കറ്റിൽ തന്റെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടവും ഉമ്രാൻ സ്വന്തമാക്കി. ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയറായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 157 കിലോമീറ്റർ വേഗതയിൽ ബോൾ എറിഞ്ഞ് IPL-ൽ ഒരു ഇന്ത്യക്കാരൻ എറിഞ്ഞ ഏറ്റവും വേഗതയേറിയ ബോൾ എന്ന റെക്കോർഡും ഉമ്രാൻ സ്വന്തമാക്കി. പിന്നാലെ 2022 മെയ്യിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള T20 ഇന്റർനാഷണൽ സീരീസിനായി ഇന്ത്യൻ ടീമിലേക്ക് മാലിക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവിൽ 2022 ജൂൺ 26 അയർലൻഡിനെതിരെ ഇന്ത്യയുടെ T20 ടീമിൽ അരങ്ങേറ്റവും ഉമ്രാൻ കുറിച്ചു. തന്റെ 2ാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിൽ അവസാന ഓവർ എറിയാൻ ഉമ്രാൻ നിയോഗിക്കപ്പെട്ടു. പ്രതിരോധിക്കേണ്ടത് 18 റൺസ്. പക്ഷേ മികച്ച ഫോമിലുള്ള അയർലൻഡ് ബാറ്റേഴ്സ് എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ അല്പം കടുപ്പമേറിയ ജോലി തന്നെയായിരുന്നു മാലിക്കിന്. ആദ്യ 2 പന്ത് നന്നായി എറിഞ്ഞെങ്കിലും ഒരു നോബോളും ഫ്രീ ഹിറ്റിലൂടെ ബൗണ്ടറിയും മറ്റൊരു എഡ്ജ് ഫോറും വഴങ്ങേണ്ടി വന്നപ്പോൾ ഇന്ത്യൻ ആരാധകർ കളി കൈവിട്ടിരുന്നു. എന്നാൽ പിന്നീട് ഉമ്രാൻ മാലിക് കളി കൈയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എറിഞ്ഞ 3 പന്തുകൾ അത് ഏറ്റവും മികച്ചതായിരുന്നു. മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളായ ഭുവിയും ഹർഷലും അത്യാവശ്യം റൺസ് വഴങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ഹർദിക് തന്നിൽ ഏൽപ്പിച്ച ദൗത്യം ഉമ്രാൻ ഭംഗിയായി നിറവേറ്റി. 2022 നവംബറിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയുടെ ഏകദിന ടീമിലും അരങ്ങേറ്റം കുറിച്ച ഉമ്രാൻ മാലിക് ഡെവൺ കോൺവേയെ ആദ്യ വിക്കറ്റായി പുറത്താക്കുകയും ചെയ്തു. തീ പാറുന്ന പന്തുകളാണ് ഉമ്രാൻ മാലിക് എന്ന ഇന്ത്യൻ പേസറെ വേറിട്ട് നിർത്തുന്നത്. ക്രിക്കറ്റ് ലോകം ഉമ്രാനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതും വേഗതയേറിയ പന്തുകൾ കൊണ്ടാണ്. IPL-ലും അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലും വേഗതയേറിയ പന്തുകൾ കൊണ്ട് ഉമ്രാൻ മാലിക് അധികം വൈകാതെ തന്നെ ചരിത്രം രചിച്ചു. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 156 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞാണ് താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റെക്കോർഡിട്ടത്. ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും വേഗതയേറിയ ബൗളിംഗ് സ്പെല്ല് കൂടിയാണിത്. നിലവാരമുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റിന് IPL നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിരുന്നു ഉമ്രാൻ മാലിക് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. റിതമിക് റണ്ണപ്പ്, സ്മൂത്ത് ആക്ഷൻ, മനോഹരമായ ലാൻഡിംഗ്, എബോവ് ഓൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഇന്ത്യൻ ക്രിക്കറ്റ് കാത്തിരുന്ന എക്സ്പ്രസ് പേസർ. ബ്രെഡ്ലി, ഷോയബ് അക്തർ, ഷോൺ ടേറ്റ്, ഷെയ്ൻ ബോണ്ട്, മിച്ചൽ സ്റ്റാർക്ക് എന്നിങ്ങനെ ലോകോത്തര ഫാസ്റ്റ് ബൗളർമാർ ക്രിക്കറ്റ് ലോകം അടക്കി ഭരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഇന്ത്യൻ ആരാധകരൊക്കെ കൊതിച്ചു കാണും ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറുടെ റണ്ണപ്പ് ക്രീസിലുള്ള ബാറ്റ്സ്മാനിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് കണ്ടിരിക്കാൻ. ഒരു ജെനുവിൻ ഫാസ്റ്റ് ബൗളറുടെ ഷിയർ പേസ് അത് കണ്ടിരിക്കുന്നവർക്ക് നൽകുന്നൊരു അഡ്രിനാലിൻ റഷ് ക്രിക്കറ്റിൽ മറ്റൊന്നിനും തന്നെ നൽകാൻ കഴിയില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് ഉമ്രാൻ റഡാറിൽ നിന്ന് മാഞ്ഞുപോയത്. പേസിനൊപ്പം കൺട്രോൾ ഇല്ലാത്തത് ഉമ്രാന് തിരിച്ചടിയായി മാറി. കൺട്രോൾ, പേസ് വരുമ്പോൾ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ നിന്ന് മാത്രമല്ല IPL-ൽ നിന്നും ഉമ്രാൻ പതിയെ പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പരിക്കുകളും അദ്ദേഹത്തിന്റെ വില്ലനായി അവതരിച്ചു. 2024 സീസണിൽ ഒരു മത്സരം മാത്രം കളിച്ച ഉമ്രാന് 2025 സീസണും പരിക്ക് മൂലം നഷ്ടമായി. ഉമ്രാൻ മാലിക് ഇപ്പോഴും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് തന്നെയാണ്. ഇന്ത്യയിലെ ക്രിക്കറ്റിംഗ് സിസ്റ്റം അയാളെ അതീവ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു ഫാസ്റ്റ് ബൗളർക്ക് ഫാസ്റ്റ് ബൗളറായി തന്നെ തുടരാനുള്ള ഏറ്റവും വലിയ തടസ്സം അത്തരം ബൗളർമാർക്ക് സ്വാഭാവികമായും സംഭവിക്കുന്ന പരിക്കുകളാണ്. അതിന് ഷെയ്ൻ ബോണ്ടിനേക്കാൾ വലിയൊരു ഉദാഹരണവുമില്ല. മികച്ചൊരു ബൗളിംഗ് കോച്ചിന്റെ ശിക്ഷണത്തിൽ തേച്ചുമിനുക്കിയെടുത്താൽ ഉമ്രാൻ മാലിക് ഇന്ത്യൻ ക്രിക്കറ്റിന് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഒരു അൺഫിനിഷ്ഡ് പ്രോഡക്റ്റിന് ഇത്തരത്തിൽ ലോകോത്തര ബാറ്റ്സ്മാൻമാരുടെ ക്രീസിലെ നിലനിൽപ്പിനെ അപകടത്തിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തേച്ചുമിനുക്കിയെടുക്കപ്പെടുന്ന ഉമ്രാൻ മാലിക് എത്രമാത്രം വിനാശകാരിയാകുമെന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.